30,000 കോടി രൂപയുടെ അഴിമതി. തമിഴ്നാട്ടിലെ വിവാദമാണ്. തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ടാസ്മാക് അബ്കാരി ഇടപാടിൽ 30,000 കോടി രൂപയുടെ കൊള്ള വെട്ടിപ്പ് നടത്തിയെന്നാണ് ഇപ്പോഴുള്ള വിവാദം. അണ്ണാമലൈ ഇപ്പോൾ ഇന്ന് അറസ്റ്റൊക്കെ വരിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ എന്താണ് ഈ തമിഴ്നാട്ടിലെ ഈ മദ്യ വ്യാപാരവുമായി ബന്ധപ്പെട്ട ഈ വിവാദം? അതെ, ഈ 30,000 കോടി എന്നുള്ള ഫിഗർ DMK മിനിസ്റ്റർ തന്നെയാണ് പുറത്തുവിട്ടത്. ഡോക്ടർ PTR പളനിവേൽ ത്യാഗരാജൻ ഫൈനാൻസ് മിനിസ്റ്ററായിരുന്നു. പുള്ളി ഒരിക്കൽ പറഞ്ഞു, പബ്ലിക്കായിട്ട് പറഞ്ഞു, ഈ ടാസ്മാക്കിൽ ക്യാഷിലാണ് എല്ലാ ഏർപ്പാടും. ടാസ്മാക്കിൽ QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങൾക്ക് പേ ചെയ്യാൻ പറ്റില്ല, ക്യാഷ്. ടാസ്മാക് ഔട്ട്ലെറ്റിൽ നിന്ന് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് ക്യാഷാണ് കൊടുക്കുന്നത്. കാരണം അവർക്ക് കിട്ടുന്ന ക്യാഷാണ്, അതവരതുപോലെ കൊണ്ടുപോയി. നമ്മളുടെ KSRTC ബസ്സിലെ കണ്ടക്ടർമാർ അവരുടെ ബേസ് സ്റ്റേഷനിൽ എത്തിക്കഴിയുമ്പോൾ ക്യാഷാണല്ലോ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവരും കാശാണ് തരുന്നത് കാശായിട്ട് അവിടെ ഇപ്പോൾ ഗൂഗിൾ പേ ആക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സോ എവറിത്തിങ് ഈസ് ഇൻ ക്യാഷ്. ഇതിൽ സംഭവിക്കുന്നത് ടാസ്മാക്കിലേക്ക് ഒരു ലോറി പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പകുതി ലോറി ബ്ലാക്കിലേക്ക് പോകും, 50% ബ്ലാക്കിൽ പോകും. ബ്ലാക്കിലേക്ക് 50 വഴിയിൽ എവിടെയെങ്കിലും പോകും, പുറത്തോട്ട് പോകും. സാധാരണ നിങ്ങൾക്ക് മദ്യം വേണമെങ്കിൽ ടാസ്മാക് ഔട്ട്ലെറ്റിൽ നമ്മുടെ ഇവിടുത്തെ ബിവറേജ് പോലെ അവിടെ ടാസ്മാക്കിൻ്റെ കടയുണ്ട്. ഇപ്പോൾ കോയമ്പത്തൂർ പോയി നോക്കുക, ഇതിലെല്ലാം നടക്കുമ്പോൾ ഇടവഴിയിൽ ഇങ്ങനെ നമ്മുടെ ബിവറേജസിനേക്കാൾ ഇച്ചിരി വൃത്തിയും മെനയും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു അപമാനമൊന്നുമില്ല. കുറച്ചുകൂടെ ഈ ചെറിയ ടൗണിലേക്ക് പോയാൽ, ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മൾ അവിനാശി, തിരുപ്പൂർ, പല്ലടം ഈ ഭാഗത്തൊക്കെ പോയി കഴിഞ്ഞാൽ ടാസ്മാക് ഔട്ട്ലെറ്റിൻ്റെ കൂടെ അവിടെ ഇരുന്ന് കുടിക്കാൻ, അത് അനധികൃതമാണ്, പക്ഷേ ഇരുന്ന് കുടിക്കാം. ഇതിൻ്റെ കൂടെ സ്നാക്സ് ഒക്കെ കിട്ടും, ഓംലെറ്റ്, അത് ഇത്, മിനി ബാർ. അപ്പോൾ കുപ്പി അവർ തരും. ഈ സെറ്റപ്പ് വേറൊരാളിൻ്റെയാണ്, ടാസ്മാക്കിൻ്റെ അല്ലേ, വേറൊരാൾ അതിൻ്റെ പുറകിലോ സൈഡിലോ ആയിട്ട് നടത്തുന്നതാണ്. അപ്പോൾ ഒരു തട്ടുകട എന്നുള്ള പേരിൽ 4 വീലുള്ള ഒരു സാധനം ഉണ്ടാകും. അതിൻ്റെ ചുറ്റും ബെഞ്ചിട്ട് അത് ചെയ്ത് പിന്നെ അതിന് പന്തലിട്ട്, ചോദിച്ചാൽ ടെമ്പററി, ചോദിച്ചില്ലെങ്കിൽ പെർമനൻ്റ്. ഇതാണ് സെറ്റപ്പ്. അപ്പോൾ ഈ 50% പോകുന്നത് ഇടകുടിയിലൊക്കെ വിൽപ്പനയ്ക്കായിട്ട് പോകുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഗ്രാമപ്രദേശത്താണ് താമസിക്കുന്നതെങ്കിൽ അവിടെ നമുക്കറിയാം പൊന്നയ്യനോട് ചോദിച്ചാൽ സാധനം കിട്ടും. അപ്പോൾ നമ്മൾ ടാസ്മാക് അടച്ചോ ഇല്ലയോ ഈ ആങ്സൈറ്റി ഒന്നുമില്ല. കാരണം നമ്മളുടെ അടുത്ത് നമുക്കറിയാം പൊന്നയ്യൻ്റെ വീട്ടിൽ എപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ സാധനം ഒരു 10 രൂപ കൂടുതൽ കൊടുത്താലും കുഴപ്പമില്ല. പൊന്നയ്യൻ ചെറിയൊരു ഡിസ്ട്രിബ്യൂട്ടറാണ്. ഇതുപോലെ ഒരുപാട് പൊന്നയ്യന്മാർ സമാന്തര സംവിധാനമാണ്. അത് കൂടാതെ PTR വേറൊരു കാര്യം കൂടെ പറഞ്ഞു. 50% തിരിച്ച് ഈ ഡിസ്ട്രിബ്യൂട്ടറുടെ അവിടെ തന്നെ പോകുന്നു. എന്നിട്ട് ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ അവിടെ നിന്ന് നേരിട്ടെടുക്കുന്ന പൊന്നയ്യന്മാരുണ്ട്. എന്നുവെച്ചാൽ പൊന്നയ്യന്മാർ, പൊന്നയ്യനേക്കാൾ അല്പം വലുത്. ഇതൊക്കെ അൺഓതറൈസ്ഡ് ബിസിനസ്സാണ്. ഇതിൻ്റെ എല്ലാം വിഹിതം രാഷ്ട്രീയക്കാർക്ക് പോകുന്നു. ഇതാണ് ഈ പളനിവേൽ ത്യാഗരാജൻ എന്ന ഡോക്ടർ PTR നല്ല മണി പോലെ ഇംഗ്ലീഷൊക്കെ സംസാരിക്കും. ഈ പ്രസ്താവന ഇറക്കിക്കഴിഞ്ഞപ്പോൾ തമിഴ്നാട് ഞെട്ടിപ്പോയി. അണ്ണാമലൈ കയറി പിടിച്ചു, വാൻ ബഹളമൊക്കെ ആയി. PTRനെ വകുപ്പിൽ നിന്നും PTR പറഞ്ഞത്, ഈ ടാസ്മാക് സംവിധാനം ഞാൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോകും. PTR അന്ന് ഫൈനാൻസ് മിനിസ്റ്ററാണ്. ഞാനിത് കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോവാണ്. കമ്പ്യൂട്ടറൈസ് ചെയ്ത് കംപ്ലീറ്റ് QR കോഡ് അത് ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ തട്ടിപ്പ് നടക്കില്ല, സംഗതി കുഴപ്പമാകും. അപ്പോൾ ഈ വെസ്റ്റഡ് ഇൻട്രസ്റ്റ് വോട്ട് കൊണ്ടുവരുന്നവരൊക്കെ ഈ പൊന്നയ്യന്മാരും പൊന്നയ്യന്മാരുമാണ്. കാശ് കൊണ്ടുവരുന്നവരും വോട്ട് കൊണ്ടുവരുന്നതും അവരാണ്. അപ്പോൾ അവരെല്ലാം കൂടെ ബഹളമായി, പിടിവലിയായി. PTRനെ നിങ്ങൾ കമ്പ്യൂട്ടറൈസ് ചെയ്യാൻ പോയതല്ലേ, അതുകൊണ്ട് നിങ്ങൾ IT മിനിസ്റ്ററായിരിക്കും. ഫൈനാൻസിൽ നിന്ന് മാറ്റി IT മിനിസ്റ്ററാക്കി മഹാനായ സ്റ്റാലിൻ. ഇതാണ് ഈ 30,000 കോടി രൂപയുടെ ബേസ്. ഈ 30,000 കോടി രൂപയുടെ ആരോപണം അണ്ണാമലൈ ഉണ്ടാക്കിയതല്ല, ഡോക്ടർ PTR പളനിവേൽ തങ്കരാജൻ അദ്ദേഹം ഉണ്ടാക്കിയ അഴിമതി ആരോപണമാണത്. അദ്ദേഹം ഇത് ആർക്ക് പോകുന്നു എന്നൊന്നും പറഞ്ഞില്ല, പക്ഷേ പോകുന്നു എന്ന് പറഞ്ഞു. ആർക്ക് പോകുന്നു എന്നുള്ളത് സുവ്യക്തം. അത് DMK, AIDMK ഇതിനകത്തുണ്ടല്ലോ ഈ പാർട്ടി വ്യത്യാസം പലപ്പോഴും ഇല്ല. അതായത് എക്സൈസ്
പിന്നെ മയക്കുമരുന്ന്, ഇതിൻ്റെയൊക്കെ വിഹിതം എല്ലാവർക്കും കൃത്യമായിട്ട് എല്ലാവർക്കും പോയില്ലെങ്കിൽ ആ അധോലോകത്തിൻ്റെ ബാലൻസ് തെറ്റും. ഇത് പണ്ടേ എന്നോട് പറഞ്ഞത് M.A. ജോണാണ്. രാഷ്ട്രീയത്തിലെ ഒരു സത്യസന്ധനായിരുന്നല്ലേ M.A. ജോൺ, പരിവർത്തനവാദി. M.A. ജോൺ നമ്മെ നയിക്കും. ആന്റണിയുടെ ഗുരു. ഇദ്ദേഹമാണ് എന്നോട് പറഞ്ഞത് കേരളത്തിലെ അബ്കാരി രംഗത്ത് അന്ന് പുള്ളി എന്നോട് പറഞ്ഞത് 4500 കോടിയാണ് ഒരു വർഷം. 99-ലാണത്. 4500 കോടി രൂപയാണ് രാഷ്ട്രീയക്കാർക്ക് കൊടുക്കുന്ന കൈക്കൂലി. 3000 കോടി ഭരണകക്ഷിക്കും 1500 കോടി പ്രതിപക്ഷത്തിനും. അത് ആരിയ്ക്കുന്നു നോക്കാതെ LDF UDF മാറി മാറി. ഭരണത്തിലിരിക്കുന്ന ആളിന് 3000, ഇപ്പുറത്തെ ആളിന് 1500. ഞാൻ പറഞ്ഞു, സാർ ഇത്രയും ഇൻഫർമേഷനെ കയ്യിൽ വെച്ചിട്ട് സാർ ഇത് പബ്ലിക്കായിട്ട് വിളിച്ച് പറയുകയോ എഴുതുകയോ ചെയ്യാത്തത് എന്താ? പുള്ളി പറഞ്ഞു, ഞാൻ എഴുതും. അടുത്ത ആഴ്ച മലയാളം വാരികയിൽ എൻ്റെ ലേഖനം വരും. മോഹൻദാസ് നോക്കിയോ, ഞാൻ ഇത് തന്നെ എഴുതും. പക്ഷേ ഒരു കാര്യം, ഒരു രാഷ്ട്രീയക്കാരനും അതിനോട് പ്രതികരിക്കില്ല. എനിക്കെതിരെ ഒരു മാനനഷ്ട കേസിൻ്റെ വക്കീൽ നോട്ടീസ് പോലും അയക്കില്ല. പറഞ്ഞ പോലെ തന്നെ മലയാളം വാരികയിൽ ഇത് വന്നു. ഒരു മനുഷ്യൻ പ്രതികരിച്ചാൽ ഒരു അക്ഷരം മിണ്ടിയില്ല. അബ്കാരി രംഗത്ത് മറിയുന്ന കാശ് 1,00,000 കോടിയാണെന്ന് ആരെങ്കിലും ആധികാരികമായിട്ട് പറഞ്ഞാൽ പോലും പിണറായി വിജയനോ VD സതീശനോ ഒരു അക്ഷരം ഉണ്ടാകും. എല്ലാവർക്കും കിട്ടുന്നുണ്ട്. ഈ വ്യക്തികൾക്കാണോ ഇത് കിട്ടുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ സംവിധാനം എന്നൊന്നും എനിക്കും അറിയില്ല. ഞാനതിൻ്റെ പിന്നാലെ പോയി ചില മാഫിയയുടെ പിന്നാലെ പോയാലേ നമ്മൾ പോവുകയുള്ളൂ, പിന്നെ തിരിച്ചു വരവുണ്ടാവില്ല. ഒരു പോക്ക് പോവും. അതൊക്കെയാണ്. ഞാൻ വിവരാവകാശ നിയമപ്രകാരം ജില്ലാ കളക്ടർക്ക് ഒരു അപേക്ഷ കൊടുത്തു. ഫോർട്ട് കൊച്ചി ആലുവ റൂട്ടിൽ ഓടുന്ന ബസ്സുകളുടെ സമയം വേണം. ഇത്രയേ ഉള്ളൂ ആവശ്യം. എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ എന്നെ വിളിച്ചു. പുള്ളി ഈ ബസ്സൊക്കെ ആയിട്ട് ബന്ധമുള്ള, പണ്ട് ബസ്സുണ്ടായിരുന്നു, ഇല്ല. പുള്ളി എന്നോട് ചോദിച്ചു, മോനെ, വർഷങ്ങൾക്ക് മുമ്പ് മോനെ ഇങ്ങനൊരു വിവരാവകാശം കൊടുത്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഉണ്ട്. ഇനി അതിൻ്റെ പിന്നാലെ പോകണ്ട കേട്ടോ, അതിന് മറുപടി കിട്ടില്ല, അതിൻ്റെ പിന്നാലെ പോകണ്ട. അയ്യോ, അതെന്താ, വെറുതെ ബസ് ഒന്ന് വെട്ടിച്ചാൽ പോരെ, നീ ചത്തു പോകും, ചുമ്മാ ഇരിക്കും. ഇതൊക്കെ വലിയ വലിയ ആൾക്കാരുടെ കളികളാണ്. അപ്പോൾ എൻ്റെ പരാതി എന്താണെന്ന് ഇത് കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവുന്നുള്ളൂ. RTOയ്ക്ക് അത് ഇതൊക്കെ. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ്സുകൾ ഇടയ്ക്ക് വെച്ച് ട്രിപ്പ് നിർത്തുന്നു, സമയത്തോടുന്നില്ല, സമയത്തോടാത്തതുകൊണ്ട് മത്സര ഓട്ടമാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള പുലിവാലുകൾ, അത് എക്സ്പോസ് ചെയ്യാനുള്ള തുടക്കമാണ് ഈ വിവരാവകാശ നിയമം എന്ന് ബുദ്ധിയുള്ളവർക്ക് അപ്പം തന്നെ മനസ്സിലാവും. ഇത് ആരും ഇത് കൊച്ചി ഒരു കാര്യം ചെയ്യും, നമ്മുടെ മറ്റേ പുള്ളിയെ വിളിച്ചെന്ന് പറഞ്ഞു, ആളിനെ ഞാൻ അറിയും, ഞാൻ സംസാരിക്കാം. അങ്ങനെ പുള്ളി എന്നോട് സംസാരിച്ചു. ഇപ്പം ചില സാധനങ്ങളുടെ, ചില മാഫിയയുടെ പിന്നാലെ പോകരുത്, നിങ്ങൾക്ക് തിരിച്ചു വരവുണ്ടാവില്ല. തിരിച്ചു വരവില്ലാതെ കയറിപ്പോയ ഒരുപാട് പേരുണ്ട്, അവർ തിരിച്ചു വന്നിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് ഈ ലിക്കർ മാഫിയ. അപ്പോൾ ഈ ചെറിയ കേരളത്തിൽ M.A. ജോൺ 99-ൽ 4500 കോടി എന്ന് പറഞ്ഞാൽ തമിഴ്നാടിൻ്റെ വലിപ്പം എത്രയാണ്, ജനസംഖ്യ എത്രയാണ്, നമ്മളെക്കാൾ എത്ര വലുതാണ് തമിഴ്നാട്. അപ്പോൾ 30,000 കോടി രൂപ പോരാ, കുറഞ്ഞതൊരു 1,00,000 കോടി രൂപയെങ്കിലും വേണം. 90കളിൽ തന്നെ 99-2000 ദിനമലർ എന്ന് പറഞ്ഞ പത്രമുണ്ട്. അവർ അവരുടെ വായനക്കാർക്ക് വേണ്ടിയിട്ട് ഒരു സർവേ നടത്തി. ഒരു ദിവസം അവർ പത്രത്തിൽ, അപ്പം ഞാൻ തമിഴ്നാട്ടിലായിരുന്നു, തമിഴ് പത്രം വായിക്കും. ദിനമലരെല്ലാം അവർ കൊടുത്തു. ഒരു ദിവസം തമിഴ്നാട് പോലീസ് വാങ്ങുന്ന കൈക്കൂലി എത്രയാണ് എന്ന് സങ്കല്പിച്ച് ഞങ്ങൾക്ക് അയക്കുക. ഏകദേശം ആക്ച്വൽ ഫിഗർ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിനടുത്ത് വരുന്ന ആളിന് സമ്മാനം. പിറ്റേ ദിവസം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവർ റിസൾട്ട് പ്രഖ്യാപിച്ചു. ഒരു മനുഷ്യൻ പോലും അതിനടുത്ത് എങ്ങും എത്തിയില്ല. ഏറ്റവും അധികം തുക എഴുതിയത് ഒരാൾ 600 കോടി രൂപയാണ്. 600 കോടി രൂപ ഒരു ദിവസം തമിഴ്നാട് പോലീസ് കൈക്കൂലി വാങ്ങുന്നു. അതാണ് ഏറ്റവും വലിയ ഫിഗർ. അവർ പറഞ്ഞു ഇത് യാഥാർത്ഥ്യവുമായിട്ട് അല്പം പോലും അടുത്ത് വരുന്നില്ല. യാഥാർത്ഥ്യം 4000 കോടി രൂപയാണ് ഒരു ദിവസം, പെർ ഡേ. ദാറ്റ് വാസ് ഇൻ 2000. പെർ ഡേ 4000 crores പെർ ഡേ. ദിസ് ഈസ് ഈ നമ്മൾ ദരിദ്രവാസികളായിപ്പോൾ ഇതിന് അവരുത്തരവാദിയല്ല. എന്നെ ഒരു 50 അടി, ഞാനും ഭാര്യയുമുണ്ട്, പിള്ളേരുമുണ്ട്, സഞ്ചിയൊക്കെ ഉണ്ട്.
കുറച്ച് ദൂരമാണെങ്കിലും നടക്കാൻ പ്രയാസം. ഞാൻ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു, 120 രൂപ. ഞാൻ പറഞ്ഞു എന്തോന്നുള്ളൂ ഇത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ തർക്കിച്ചു. അപ്പോൾ ഞാൻ അന്ന് ധീരവീരശൂര പരാക്രമിയാണ്. ഞാൻ എൻ്റെ പരാക്രമമൊക്കെ കാണിച്ചു തന്നെ ഞാനിപ്പോൾ പോലീസിൽ ഏൽപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. ഡ്രൈവർ പറഞ്ഞു പോലീസിനെ ഏൽപ്പിക്കാനൊന്നുമില്ല, പോലീസിന് നേരെ പുറകിലിരിപ്പുണ്ട്, നോക്കിക്കൊന്നു. ഞാൻ പുറകോട്ട് നോക്കി കഴിയുമ്പോൾ ട്രാഫിക് പോലീസുകാരൻ അവിടെ നിൽപ്പുണ്ട്, ഒരു ചെറിയ ചിരിയുമായിട്ട്. ഈ ഓട്ടോക്കാരനോട് പറഞ്ഞു ആ ട്രാഫിക് പോലീസുകാരൻ്റെയാണ് ഈ വണ്ടി, ഈ ഓട്ടോ. സാർ അവൻ്റെ അടുത്താണോ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുന്നത്? ഒരു കാര്യം ചെയ്യും, 100 രൂപ അത് നിങ്ങൾക്ക് പൊക്കും. ഞാൻ 100 രൂപ കൊടുത്തു, അയാൾ പോയി. മാഫിയയുമായിട്ട് ഏറ്റുമുട്ടാൻ പോയാൽ എനിക്ക് നോക്കിയപ്പോൾ ഈ മാഫിയായിട്ട് ഏറ്റുമുട്ടാൻ പോലീസിൻ്റെ സഹായമാണ് വേണ്ടത്. പോലീസ് ഇതിലും വലിയ മാഫിയ എന്ത് ചെയ്യും? ഈ പരിപാടിയാണ് ഇത് എക്സ്പോസ് ചെയ്യുന്നതിൻ്റെ പേരിൽ. പക്ഷേ ഡോക്ടർ PTRനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ ബി ടു കോസ്റ്റ്ലി. അസാമാന്യ സാമർഥ്യമുള്ള വകുപ്പ് മാറ്റി, വകുപ്പ് മാറ്റിയിട്ട് IT വകുപ്പ് കൊടുത്ത് കമ്പ്യൂട്ടർക്ക് ചെയ്തു. പക്ഷേ ഇതാണോ സ്റ്റാലിൻ ഇപ്പോൾ പെട്ടെന്ന് ഭാഷ ഡീലിമിറ്റേഷൻ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്നതിൻ്റെ യഥാർത്ഥ കാരണം? ഫോർ യുവർ ഇൻഫർമേഷൻ, സ്റ്റാലിൻ ഇപ്പോൾ ഭരണത്തിലില്ല. ഉദയനിധി സ്റ്റാലിനും അയാളുടെ മകൻ അൻപരശ് സ്റ്റാലിനും മറ്റുമുണ്ട് ഭരിക്കുന്നത്. ഈ 2 പേരാണ് ഭരണം. സ്റ്റാലിന് വയ്യ, പ്രായവുമായി പലവിധ അസുഖങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് ചില ഗുണ്ടടിക്കും എന്നുള്ളതല്ല, ഭരണത്തിൽ സ്റ്റാലിന് വലിയ പങ്കുകളില്ല. അപ്പോൾ സ്റ്റാലിൻ ജസ്റ്റ് റൈറ്റ് ഹിം ഓഫ്. ഭാഷ അയാൾ കളിച്ചാൽ അയാൾ തോറ്റുപോകും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിലെ വലിയ കർഷകനാരാന്ന് ചോദിച്ചാൽ സർദാർജിയാണ്. പക്ഷെ മൂത്ത് വരുമല്ലേ, രൂപയുടെ ചിഹ്നം പോലും അംഗീകരിക്കില്ല എന്ന് പറയുന്നു. അതിപ്പോൾ മാറ്റിയല്ലോ നിങ്ങൾ, അതിൻ്റെ പേരിൽ ഞങ്ങളതൊന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. അതിപ്പോൾ ഇത്ര വലിയ കാര്യമാക്കണമെന്ന് സുനിൽ ആലോചിച്ച് നോക്ക്. നമ്മുടെ ബജറ്റിൽ രൂപയ്ക്ക് രൂ എന്നാണ് എഴുതുന്നത് ബാലഗോപാൽ. എത്രയോ കാലം മലയാളത്തിൽ നമ്മൾ രൂ, അതെ, ഒരു രസീത് മലയാളത്തിലാണെങ്കിൽ അതിൽ നോക്കിയോ രൂ 500 കൈപ്പറ്റി എന്ന് പറഞ്ഞല്ലേ രസീത്. അതിന് കുഴപ്പമൊന്നുമില്ല. ഇവർ ബജറ്റിൽ ഒരു രൂ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താ, ഒരു പ്രശ്നമില്ല. ഇവരുടെ ഈ സിഗ്നൽ, ഈ സിമ്പലുണ്ടല്ലോ, 2010 മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെ കൂടെ DMK ഭരിക്കുമ്പോഴാണ് ഈ സിമ്പൽ വരുന്നത്. അവരുടെ MLA സിമ്പല് ഉദയകുമാർ എന്ന് പറഞ്ഞൊരു പയ്യൻ, അന്ന് മത്സരമായിരുന്നു, അതിന് ഏറ്റവും നല്ല സിമ്പൽ വരയ്ക്കുന്നവന് സമ്മാനം. ഉദയകുമാറിന് സമ്മാനം കിട്ടി. ഉദയകുമാർ ധർമ്മലിംഗം എന്ന് പറഞ്ഞ DMK MLA മകനാണ് ഉദയകുമാർ. ഇതെങ്ങനെ ഇവർ ജസ്റ്റിഫൈ ചെയ്യും? അന്ന് ഇവർ ബഹളം വയ്ക്കാൻ എന്താ, കേന്ദ്രത്തിൽ ഇന്നിപ്പോൾ അവർ നോട്ട് ഇവർ കളയാൻ പോകുന്നു. ബജറ്റിൽ രൂപെന്ന് എഴുതുന്ന കുഴപ്പമില്ല. ഇവിടെ ബാലഗോപാൽ രൂപെന്ന് എഴുതുന്ന മലയാളത്തിലൊക്കെ രൂപെന്നല്ലേ നമ്മൾ എഴുതുന്നത്. അതൊരു പ്രശ്നമേ അല്ല, മറ്റേ സിമ്പലല്ലല്ലോ ഉപയോഗിക്കുന്നത്. ഇപ്പോഴും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സാപ്പിലൊക്കെ നോക്കിയാൽ സിമ്പലാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും RS എന്നാണ് എഴുതുന്നത്. കാര്യം മനസ്സിലാവണം. ഇപ്പോൾ അതുകൊണ്ട് വാട്സാപ്പിൽ ഇതിലൊക്കെ നമ്മുടെ കീബോർഡിൽ ഈ രൂപയുടെ സിമ്പൽ വളരെ അപൂർവം കീബോർഡിലേ ഉള്ളൂ, ബാക്കിയുള്ളതിലില്ല. അപ്പോൾ നമ്മൾ വീണ്ടും RS. ഞാൻ 500 രൂപ സുനിലിനെ അയച്ചിട്ട് ഞാൻ മെസ്സേജ് അയക്കും, 500 സെന്റ് എന്ന് പറയും. അല്ല ടിജി, ഇപ്പോൾ ഈ ED ഇപ്പോൾ ടാസ്മാക്ക് കേസിൽ ഒരു റെയ്ഡ് നടത്തി കഴിഞ്ഞു. ഇതെങ്ങനെ വലുതായി വികസിച്ച് തമിഴ്നാട്ടിലൊരു രാഷ്ട്രീയ മാറ്റത്തിലേക്കോ അല്ലെങ്കിൽ വലിയ അറസ്റ്റുകളിലേക്കോ മാറുമോ? ഇത് വളരെ വലിയ പ്രശ്നത്തിലേക്ക് മാറും. അങ്ങനെയാണ് സെന്തിൽ ബാലാജി അറസ്റ്റ് ചെയ്തത്. സെന്തിൽ ബാലാജിക്ക് ജാമ്യം കിട്ടിയത് ഈ ഹെൽത്ത് ഗ്രൗണ്ടിലാണ്, അല്ലാതെ മെറിറ്റിലല്ല. ബൈപ്പാസ് സർജറി ചെയ്തു. ബൈപ്പാസ് സർജറിയാണ്, തേങ്ങയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തത്. പൂണ്ട കള്ളനാണ് സെന്തിൽ ബാലാജി. ഈ ചീട്ട് കൊട്ടാരം പോലെ തകരാൻ നിൽക്കുകയാണ് തമിഴ്നാട്. വലിയ പ്രയാസം. AIDMK ഇതിൽ ഇടപെടുന്നുമില്ല. സോ ഇൻഫാക്റ്റ് എനിക്ക് തോന്നുന്നത് അണ്ണാമലയുടെ നല്ല കാലം തെളിഞ്ഞു എന്നാണ്. ഏതായാലും നമുക്കിതെങ്ങനെ വികസിച്ച് വരുമെന്ന് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.